رضوان وتقبلا وإحسان على هذا الدار صلاة الله سلام الله على ياسين حبيب الله وعم جميع من حضر محافل الذكر وقرا مناقبه بطيب قرى جنان الخلد والعالي صلاة الله. حمد البخاري മഹാനവറുകളുടെ ആദ്യ ദിവസത്തിന് ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. മഹാനവറുകളെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ അന്ധകാരങ്ങളും ഉടച്ചു നീക്കി ഈ നാട്ടിൻ്റെ ആത്മീയ പ്രകാശം ഉണ്ടാക്കി തീർത്ത ബഹുമാനപ്പെട്ട അഹ്മദുൽ ജലാലി മഹാനവറുകളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ആണ്ടിനു വേണ്ടി ഒരുമിച്ച് കൂടിയവർ ഈ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ഇരട്ടി മധുരമാണ്. ഒന്ന്, തങ്ങളുടെ വലിയപ്പയായ ഹബീബുന സയ്യിദുൽ മുഹമ്മദുൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാവകാശം. ഈ രണ്ടു കൂടിയും ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങളിൽ കൂടെ നമുക്ക് ആ കൈ ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം വലിയൊരു ഭാഗ്യം എന്താണുള്ളത്? ഒരു ദിവസം നബിയുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, നീ അതിനു വേണ്ടി എന്താണ് തയ്യാർ ചെയ്തത്? നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടിയാണ് നീ. ഇത് കേട്ടപ്പോൾ സഹാബത്തിന് സന്തോഷമായി. സഹാബത്ത് ചോദിച്ചു, അവരെത്ര തന്നെ ഞങ്ങൾ അമല് ചെയ്തിട്ടില്ലെങ്കിലോ? അവരൊരുപാട് ദിവസവും നോമ്പ് നോക്കുന്നവർ, ഖുർആൻ ഖത്തം തീർക്കുന്നവർ, ഒരുപാട് നിസ്കരിക്കുന്നവർ. അതെ, അവരത്ര ചെയ്തിട്ടില്ലെങ്കിലും അവരത്ര ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അവരോട് കൂടെ തന്നെയാണ്. ദീനിൽ വന്നതിന്റെ ശേഷം ഇത്രയും സന്തോഷകരമായ വാക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. മാത്രമേ നമുക്ക് ഉള്ളൂ സഹായിക്കാൻ. നമുക്ക് ശരിക്കും മനസ്സിലാക്കണം, ആ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള മഹാന്മാരെ നാം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അവരെ മുൻനിർത്തി ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിലും നമ്മയും അഹ്ലുകാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഇവിടെ മറപട്ട് കിടക്കുന്ന സാദാത്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ഞാൻ അജ്ഞനും അശക്തനുമാണ്. അനുഭവങ്ങളിലൂടെയും താഴ്വയായി കേട്ടറിവുകളിലൂടെയും ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു പോയവരാണ് മഹാന്മാരായ അഹ്ലുബൈത്ത്. അഹ്ലുബൈത്തിനെ ബഹുമാനിക്കേണ്ടതിനെ, സ്നേഹിക്കേണ്ടതിന്റെ, ആദരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ തിരുപ്പിറവിയുടെ 1500ാമത്തെ സംവത്സരം നാം ആഘോഷിക്കപ്പെടുമ്പോൾ ഓരോ നബിദിനങ്ങളും ഓരോ റബീഉകളും നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്ന ചരിത്രം, നമ്മുടെ മുമ്പിലേക്ക് റബീഉകൾ പറഞ്ഞു തരുന്നത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളുമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാൻ ശ്രമിച്ചവരാരും അത് മുഴുമിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമായിട്ടില്ല. ആദം നബിയെ അവന്റെ ഹദറത്തിലേക്ക് വിളിച്ചില്ല. എന്തേ മൂസാ നബിയെ അല്ലാഹു അവന്റെ ഹദറത്തിലേക്ക് വിളിച്ചില്ല. എന്തേ ഈസാ നബിയെ അല്ലാഹു അവന്റെ ഹദറത്തിലേക്ക് വിളിച്ചില്ല. റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു അവന്റെ ഹദറത്തിലേക്ക് വിളിച്ചു. റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല അവന്റെ ഹദറത്തിലേക്ക് വിളിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എല്ലാ മലക്കുകളെയും പ്രകാശത്താലാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രകാശത്തിന്റെ പരമകോടിയിൽ നിന്നും അല്ലാഹു തആല സൃഷ്ടിച്ചു. അപ്പോൾ 600 ചിറകുകളാണ് ജിബ്രീലിനുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചിറകൊന്ന് വിടർത്തിയാൽ മശ്രിഖ് മുതൽ മഗ്രിബ് മുതൽ കിഴക്കൻ ചക്രവാളം മുതൽ പടിഞ്ഞാറൻ ചക്രവാളം വരെ ഒരൊറ്റ ചിറകിന്റെ കീഴിലായി നിൽക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിലെ ഓരോ സുജൂദും 40,000 വർഷം അത്ര നേരം സുജൂദിൽ കിടന്നു. ആ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുന്നു, പടച്ചോനെ, ഇതേപോലത്തെ നിസ്കാരം നിനക്ക് വേണ്ടി ആരും നിർവഹിക്കുകയില്ലല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത്, പക്ഷേ അവസാന സമുദായമുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമുണ്ട്. പക്ഷേ അവർ നിസ്കരിക്കുന്ന നിസ്കാരം വളരെ ചുരുങ്ങിയ നിസ്കാരമാണ്. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ അവർക്ക് എന്നെ കുറിച്ച് ഓർമ്മയുണ്ടാവുക. നമ്മുടെ അവസ്ഥ അങ്ങനല്ലേ? കൈ കെട്ടുമ്പോൾ പടച്ചിന് ഓർമ്മയുണ്ടാവും, പിന്നെ നമ്മൾ നിദ്രിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് മാത്രമായിരിക്കും ഒരുപക്ഷെ അവർക്ക് എന്നെ ഓർമ്മയുണ്ടാവുക. എങ്കിൽ പോലും അവരുടെ നിസ്കാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞതായി ചരിത്ര രേഖകളിൽ കാണാം. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 6000-ലധികം ആയത്തുകൾ, 6236 ആയത്ത്. ഈ ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ ബഹുഭൂരിപക്ഷവും ആയത്തുകൾ എന്തിനെ സംബന്ധിച്ചാണ്? ചരിത്രങ്ങളാണ് പറയുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, മുൻഗാമികളായ സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ. ഈ വിശുദ്ധമായ ഖുർആനിൽ ധാരാളം ചരിത്ര കഥകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരികയാണ്. റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ, നജാശിയുടെ മുമ്പിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരാരും അവരുടെ നേതാവിനെ ബഹുമാനിക്കുന്നത് പോലെയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. ഹദീസ് ഇങ്ങനെയാണ്. അവസാനം പറയുന്നത്, മുഹമ്മദ് നബിയുടെ വായിൽ നിന്നും ഒരു കഫം അല്ലെങ്കിൽ ഒരു തുപ്പൽ താഴേക്ക് വീണാൽ അത് നിലത്ത് വീഴുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും എന്തെങ്കിലും നിലത്തേക്ക് വീണാൽ അത് നിലത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. അത് ഏതെങ്കിലും സ്വഹാബിയുടെ കയ്യിൽ വീണിട്ടുണ്ടോ? എന്നിട്ട് അതങ്ങനെ അവരവരുടെ മുഖത്തും അവരുടെ ശരീരത്തും അത് തേച്ചു പിടിപ്പിക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായി കൊണ്ടുവന്ന ഹദീസിൽ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അവരുടെ സ്നേഹത്തിന്റെ ആഴം എത്രമാത്രമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവരെ സ്മരിക്കുന്ന വേളയാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നും അല്പം ഏതാനും വിഷയങ്ങളൊക്കെ ബുഖാരി സാദാത്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചരിത്രപരമായ ചില വിഷയങ്ങളാണ്, നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ 519 വർഷം മുമ്പ് ഹിജ്റ 928 ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കക്കുളങ്ങര പള്ളി വളപട്ടണത്തിലേക്കാണ് സയ്യിദ് ജലാലുദ്ദീൻ അഹ്മദുൽ ബുഖാരി, ഇവരുടെ ഏറ്റവും വലിയ വലുപ്പ, കേരളത്തിലേക്ക് ആദ്യമായി വന്ന ബുഖാരി സാദാത്യങ്ങളുടെ വലുപ്പ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്താണ് അവർ വന്നു. വളപട്ടണത്ത് വന്നു. അവരുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ അന്ന് വളപട്ടണം ഖാദിയായിരുന്ന സീദി ഇബ്രാഹിം എന്നവരുടെ, അവർ സിദ്ദീഖുകളിൽപ്പെട്ടതാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുടുംബത്തിൽപ്പെട്ടവരാണ്. സീദി ഇബ്രാഹിം എന്നവരുടെ മകളെ ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദുൽ ബുഖാരി ജലാലുദ്ദീൻ അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു വിവാഹം കഴിച്ചു. അവരാണ് കേരളത്തിലേക്ക് ആദ്യമായി വന്ന ബുഖാരി സയ്യിദ്. അവരിന്ന് മറവിട്ട് കിടക്കുന്ന പള്ളിയുടെ പേര് കക്കുളങ്ങര പള്ളി എന്നാണ്. വളപട്ടണം കക്കുളങ്ങര പള്ളിയിലാണ് ഇവർ വരുന്നത്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറയിൽ നിന്നാണ്. ബുഹാറ ചരിത്ര പ്രസിദ്ധമായ നാടാണ്.
ഈ ബുഹാറയിൽ നിന്നാണ് അവരിവിടെ വരുന്നത്. ഇവിടെ ഇപ്പം ബുഹാറ എന്ന നാടിന് പേര് വന്നത് കാരണം എന്താ? ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി തങ്ങൾ ഇവിടെ വന്നിട്ട് വീടുണ്ടാക്കിയിട്ട് അവരുടെ വീടിന് ബുഹാറ എന്നാണ് നാമകരണം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബുഹാറ എന്ന് ഇവിടെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ അഹ്മദുൽ ബുഖാരി തങ്ങൾ വലിയ മഹാനായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനും ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖുമായിരുന്ന ഷെയ്ഖ് സ്വലാഹുദ്ദീൻ ജുംഅത്തുൽ ഖാദിരി എന്നവരിൽ നിന്നും ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിച്ച് അതിന്റെ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ നമ്മുടെ കേരള മണ്ണിലേക്ക് വരുന്നത്. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാദി ഇബ്രാഹിം എന്നവരുടെ മകളെ വിവാഹം കഴിച്ചു. ആ വിവാഹ ബന്ധത്തിൽ ഒരു മകൻ ജനിച്ചു, ഇസ്മായിൽ അക്ബർ ബുഖാരി. സയ്യിദ് ഇസ്മായിൽ അക്ബർ ബുഖാരി അക്ബർ എന്ന് പറയാൻ കാരണം പിന്നീട് പറയാം എന്നൊരു മകൻ. ഈ മകൻ ബഹുമാനപ്പെട്ടവർ വഫാത്തായി കിടക്കുന്നത് കൊച്ചി ചെമ്പിട്ട പള്ളിയിലാണ്. ശരിക്കും മനസ്സിലാക്കണം, കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയിലാണ് ഈ മകൻ വഫാത്തായി കിടക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, 519 വർഷം മുമ്പ് എന്ത് യാത്രാ സൗകര്യം ഉള്ളത്, എന്ത് ട്രാൻസ്പോർട്ടിംഗ് ആണുള്ളത്. ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. കൊച്ചി ചെമ്പിട്ട പള്ളിയിലാണ് ബഹുമാനപ്പെട്ടവരുള്ളത്. ഈ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അക്ബർ ബുഖാരി തങ്ങൾക്ക് 3 ആൺമക്കളാണ്. ഒന്ന് അഹ്മദുൽ ബുഖാരി, മറ്റൊന്ന് മുഹമ്മദുൽ ബുഖാരി, മറ്റൊന്ന് ഫഖ്റുദ്ദീൻ ബുഖാരി. എവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രം പഠിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ അറിയോ, ഈ ചരിത്രം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇവരൊക്കെ ആരാന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ. അതായത് സയ്യിദ് അഹ്മദുൽ ബുഖാരി തങ്ങളുടെ 3 മകൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി, അവർ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയിൽ. അവർക്ക് 3 ആൺമക്കൾ, സയ്യിദ് മുഹമ്മദുൽ ബുഖാരി, അഹ്മദുൽ ബുഖാരി, ഫഖ്റുദ്ദീൻ ബുഖാരി. ഈ 3 മക്കളിൽ ഈ അഹ്മദുൽ ബുഖാരി എന്നവരുടെ ഖബറുള്ളത് അവർ കണ്ണൂർ ജില്ലയിലെ തന്നെ പയ്യന്നൂര് കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. പയ്യൂരിനടുത്ത് കുഞ്ഞിമംഗലം എന്ന സ്ഥലത്താണ് ഇവരുടെ ഖബറുള്ളത്. ഇവരൊക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അവരുടെ മകനാണ് സയ്യിദ് ഇസ്മായിൽ അസ്ഹർ. സയ്യിദ് ഇസ്മായിൽ അസ്ഹർ, ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചി ചെമ്പിട്ട പള്ളിയിലുള്ളത് സയ്യിദ് ഇസ്മായിൽ അക്ബർ. അദ്ദേഹത്തിന്റെ മകനായ അഹ്മദുൽ ബുഖാരി, ഈ അഹ്മദുൽ ബുഖാരി തങ്ങളുടെ മകനാണ് ഇസ്മായിൽ അസ്ഹർ എന്നുള്ളവര് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്, കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ഖബറുള്ളത്. അവരുടെ മകനാണ് സയ്യിദ് മുഹമ്മദുൽ ബുഖാരി. അവരുടെ മകനാണ് സയ്യിദ് നമ്മുടെ ഇവിടെയുള്ള അഹ്മദുൽ ബുഖാരി. ഒരു വഴി മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു വാക്ക് കൂടി ഞാൻ പറയുന്നുണ്ട്. ഈ ഫഖ്റുദ്ദീൻ ബുഖാരി ചെമ്പിട്ട പള്ളിയിൽ മറപ്പെട്ട് കിടക്കുന്ന തങ്ങളുടെ മക്കൾപ്പെട്ട ഒരു മകനാണ് ഫഖ്റുദ്ദീൻ ബുഖാരി. അവരുടെ ഖബറും ചെമ്പിട്ട പള്ളിയിലാണ്. അപ്പൊ ആ ഫഖ്റുദ്ദീൻ ബുഖാരിയുടെ മകനാണ് മുഹമ്മദുൽ ബുഖാരി. ഈ മുഹമ്മദുൽ ബുഖാരി തങ്ങള് കബർത്തിയിലേക്ക് പോയിട്ടുണ്ട്. കബർത്തിയിൽ പോയി ബഹുമാനപ്പെട്ടവർ ആരുടെ കയ്യിലാണ്? ഇവിടുത്തെ ഭൂജന്മികളുണ്ടായിട്ടുണ്ടായിരുന്നത്, ഭൂസ്വത്തുക്കൾ. ഇനി മറ്റൊന്ന്, അന്ന് കടപ്പുറം മുസ്ലിങ്ങൾ കുറഞ്ഞ, മറ്റു ഹിന്ദുക്കൾ കൂടിയ ഒരു സ്ഥലം കൂടിയായിരുന്നു. മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞൊരു നാട് കൂടിയായിരുന്നു. ഈ 3 വലിയ തറവാട്ടുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്ന് തെരുവത്ത് വീട്ടിലാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി തങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം താമസിച്ചത് തെരുവത്ത് വീട്ടിലാണ്. നമുക്ക് അറിയാവുന്ന ഇവിടുത്തെ തെരുവത്ത് മൂസാക്കുട്ടിയുടെ ആജിയുടെ മൗഫറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. അവരുടെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട തങ്ങൾ താമസിച്ചത്. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ടവർ വന്നു. ഈ മഞ്ഞളായി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് എന്തോ ഒരു മാരകമായ രോഗം, ബഹുമാനപ്പെട്ടവർ എന്തോ ചികിത്സ നിർദ്ദേശിച്ചു, രോഗം മാറി. അങ്ങനെയാണ് ഭൂസ്വത്തുക്കൾ പതിച്ചു കൊടുക്കുന്നത് ചരിത്രത്തിൽ. ഇനി നമ്മുടെ കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് 7 മക്കളാണുള്ളത്. ഒന്നാമത്തെ മകന്റെ പേര് സയ്യിദ് മുഹമ്മദ് ബുഖാരി എന്നാണ്. ആരുടെ മകൻ? ഇവിടുത്തെ അഹ്മദ് ബുഖാരി തങ്ങളുടെ ഒരു മകന്റെ പേരെന്താ? അവരുടെ ഖബറുള്ളത് ജിദ്ദയിലാണ്. ഇവിടെ നിന്ന് ഹജ്ജിന് പോയി അവിടെ വെച്ചാണ് അവർ വഫാത്തായിട്ടുള്ളത്. ജിദ്ദയിലാണ് അവരുടെ ഖബറുള്ളത്. രണ്ടാമത്തത് സയ്യിദ് അഹ്മദുൽ ബുഖാരി. ഞാൻ നേരത്തെ വന്നു, തമിഴ്നാട്ടിലെ സീതാപ്പേട്ട് പള്ളിയിലാണ്. നിങ്ങൾ പോയിട്ടുണ്ടല്ലേ? തമിഴ്നാട് സീതാപ്പേട്ടിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബറുള്ളത്. മക്കാമൊക്കെ ഉണ്ടല്ലേ? പിന്നെ മറ്റൊരു മകനാണ് ഇബ്രാഹിം കുഞ്ഞിക്കോയ സക്രാൻ തങ്ങൾ, മസ്താൻ തങ്ങൾ. അത് ശരിക്കും മനസ്സിലാക്കണം. നമുക്കൊക്കെ അറിയാവുന്ന, കേരളത്തിൽ സക്രാൻ തങ്ങളെ അറിയാത്തൊരു കുറവായിരിക്കും. ഇന്ന് കാണുന്ന റിഫാഇ, അതേപോലെ തന്നെ മുഹിയുദ്ദീൻ റാത്തീബുകള്, ജലാലിയത്തൊക്കെ രചിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് സക്രാന്തങ്ങൾ. സക്രാന്തങ്ങളിൽ മൗലിനാഥ് തന്നെ പ്രവചിക്കാൻ വലിയ സംഭവമാണ്.
ചക്രാന്തങ്ങൾ ഒരു സാധാ ലോക്കൽ തങ്ങളായിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ കാര്യമായിട്ടൊരു ഭാഗത്തോട് ബന്ധപ്പെടാത്ത ആളാണ്. അങ്ങനെ വാപ്പ വിളിച്ചു. വാപ്പ വലിയ അശായിഖുമാരിൽ നിന്നും നേർക്കുനേരെയുള്ള മഅരിഫത്തറിഞ്ഞ ഒരൊറ്റ നോട്ടം മതി. ബഹുമാനപ്പെട്ടവർ അവരുടെ ഹൃദയത്തിൽ നിന്നും മഅരിഫത്ത് നേർക്കുനേരെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖറാൻ നവറല്ലാഹു മർഖദ അവരിലേക്ക് പ്രവേശിക്കാൻ ഹാല് മാറി, വലിയ മഹാനായി മാറി. അവരുടെ ഖബർ എവിടെ ഉള്ളത്? കണ്ണൂർ സിറ്റിയിൽ മൗലൽ ബുഖാരി തങ്ങളുടെ ഖബറിന്റെ സമീപത്താണുള്ളത്. സമയം കിട്ടുമ്പോൾ പോയി സിയാറത്തിനോടൊക്കെ. പിന്നുള്ളത് മുസ്തഫ കൊച്ചുമായ തങ്ങളാണ്. അവരുടെ ഖബർ എവിടെ? ഇവിടെ തന്നെ. മറ്റൊന്ന് ഫഖറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ, അവരുടെ ഖബറും ഇവിടെ തന്നെ ഉണ്ട്. മറ്റൊന്ന് സഈദ ബീവി, സയ്യിദത്തു സഈദ ബീവി, അവരുടെ ഖബറുള്ളത് പുതിയകാവില്. എവിടെ? പുതിയകാവ്, നമ്മുടെ പുതിയകാവ്. അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് പാടൂരേക്ക് പോയ തങ്ങന്മാരൊക്കെ. അവരുടെ സന്താന പരമ്പര എന്നാണ് എനിക്ക് പഠനത്തിൽ മനസ്സിലാകുന്നു. പാടൂരുള്ള തങ്ങന്മാരൊക്കെ നമ്മുടെ അമീർ ബുഖാരി തങ്ങളുടെ മകൾ സഈദ ബീവിയുടെ സന്താനങ്ങൾ പോയവരാണ് പാടൂർ സദാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നു. പിന്നൊന്ന് ഷിഫ കൊച്ചു ബീവി, അവരുടെ ഖബർ എവിടെയാണെന്ന് വ്യക്തമല്ല. എന്തായാലും വേണ്ടിയില്ല. ഈ മുസ്തഫ കൊച്ചുകോയ തങ്ങളുടെ മകനാണ് ഇമാമു സാഹിരി എന്ന് പറയുന്ന വലിയ കോയമത്തങ്ങൾ. ഇമാമു സാഹിരി വലിയ മഹാനാണ്. ഇമാമു സാഹിരി എന്ന് പറയുന്ന കടപ്പുറത്തിന്റെ ആത്മീയ നേതാവ് ഇമാമു സാഹിരി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ആവശ്യം അവസാനിപ്പിക്കാം. ഒരു നമ്മൾ ശരിക്കും ഇതിന്റെ അവരാരാണെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം. ഇന്ത്യയിലെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ അറബി കോളേജാണ് വെല്ലൂർ ബഖിയാത്തുസ് സാലിഹാത്ത്. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം. കേരളത്തിലെ ഉലമാ ചാലിയത്ത് കുഞ്ഞമ്മദാജി മുതൽ ഇങ്ങോട്ട് വന്ന് കേരളത്തിലെ ധാരാളം ശംസുലമ, ഒക്കെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, അങ്ങനെ വലിയ മഹത്തുക്കളെല്ലാം വിദ്യാഭ്യസിച്ച കേരളത്തിലെ ഇന്ത്യയിലെ വലിയ സ്ഥാപനമാണ് വെല്ലൂർ ബഖിയാത്തുസ് സാലിഹാത്ത്. ഏകദേശം 160 വർഷത്തിനധികം പഴക്കമുണ്ട്. ബഹുമാനപ്പെട്ട ഈ സാഹിരി വലിയ കോയമ്മത്തങ്ങൾ രചിച്ച ഏതോ ഗ്രന്ഥം, ഒരു റിവായത്ത് പ്രകാരം ഈ അഹമ്മദ് ബുഖാരി തങ്ങളുടെ മൗലിദ് കിതാബാണെന്നും അല്ല മറ്റൊരു കിതാബ്, ധാരാളം കിതാബ് രചിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു പണ്ഡിതൻ, ഇത്ര കഴിവുള്ള ഒരു പണ്ഡിതൻ, ഒരു സയ്യിദോ അന്വേഷിച്ചു പിടിച്ച് ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത്, ബാഖിയാത്തിന്റെ ബാനി ഹസ്രത്ത് എവിടെ വന്നു? ഈ കടപ്പുറത്ത് വന്നു, ബുഖാറയിൽ വന്നു. ഞാൻ وكما يليق بكمالك وسلم تسليما عليه كذلك وعلى آله وصحبه الأبرار والتابعين لكم إلى يوم القرار. اللهم يا واسع الفضل على البرية ويا باسط اليدين بالعافية نذر قلوبنا بنوع معرفتك وأذقنا حلاوة محبتك وارزقنا من الأعمال ما يقربنا إلى الجنة ويجعلنا في مستقر الرحمة والمنة ويمحو عنا الخطايا والأوزار ووفقنا اللهم لمرضاتك ومعاملة الأبرار واجعل جمعنا هذا جمعا مرحوما وتفرقنا تفرقا معصوما وقنا ربنا شر ما قضيت وارفع من النوازل ما لا يرفعه غيرك ولا خير إلا خيرك. اللهم كن لنا حيث كنا وارزقنا في الدارين كل ما نتمنى ومن الختام حسنا وقص بذك اللهم الأوفى وودك النصفى صاحب هذه الترجمة العلية والمنقبة الجلية وناسجك الفقير حاملا وقدمه إليك ذلفا. وصلى الله على سيدنا محمد أفضل البرية وعلى آله وصحبه وعترته وسلم تسليما عليه والحمد لله رب العالمين. آمين آمين برحمتك. حمدا يوافي نعمه ويكافئ مزيدا حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم أنت الله الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق.
الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف അല്ലാഹുവേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ ഏൽക്കുന്ന എല്ലാവർക്കും നീ കരുണ ചെയ്യണേ അല്ലാഹ്. ഫലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഉത്തരേന്ത്യയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. അവരോട് കാരുണ്യം നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. വിധവകൾക്കും വൃദ്ധന്മാർക്കും യതീമുകൾക്കൊക്കെയും അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരൊക്കെയാണ് നിന്റെ ദീനിനെ തകർക്കാൻ നോക്കുന്നതെങ്കിൽ അല്ലാഹുവേ അവർക്ക് വേണ്ടത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധ ഈമാനിലൂടെ ഇസ്ലാമിലൂടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഖൈറാകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇത്തരം സദസ്സുകൾക്ക് സഹായിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഇവിടെയുള്ള ഉസ്താദുമാരുണ്ട്, വിവിധ മഹല്ലുകളിൽ ജോലി ചെയ്യുന്നവർ, അവരിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സഹോദര സമുദായങ്ങളിൽപ്പെട്ടവർ ഇതുപോലെയുള്ള ഞങ്ങളെ മജ്‌ലിസുകളിൽ സഹായിക്കുകയും ഞങ്ങളുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. അവരെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ രാജ്യത്തിന്റെ ഐക്യവും ഇതിന്റെ അഖണ്ഡതയും അല്ലാഹുവേ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് വികലമായി അതിന്റെ കടക്കൽ കോടാലി വെക്കുന്നവർക്ക് നീ നാശം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചോദിച്ചതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ ദുആയിൽ ഞങ്ങൾക്കും ഞങ്ങളോടൊപ്പം മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അയൽക്കാര്, കുടുംബക്കാര്, ബന്ധുക്കൾ, സ്വന്തക്കാര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم.